ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഇമോഷണൽ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്ന് പറയും. അതായത് നമ്മുടെ ഇമോഷൻ്റെ അവസ്ഥ എങ്ങനെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മളുടെ എന്താണ് പറയുന്നത് ലൈഫിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് എല്ലാവരും വറീഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കൺസേൺഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഒട്ടുമിക്ക ആൾക്കാരും ക്വാളിറ്റിയെക്കുറിച്ച് തീരെ എന്താണ് പറയുന്നത് ബോധ്യം ഉള്ള ആൾക്കാരല്ല. ലൈഫിനെക്കുറിച്ച് ലൈഫിൽ ക്വാളിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ എണ്ണവും നമുക്ക് വളരെ കുറവായിട്ട് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൻ്റെ ക്വാളിറ്റിയെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നത് നമ്മുടെ ഇമോഷൻസാണ്. ഇമോഷൻ അപ്പോൾ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇമോഷൻ നമുക്ക് മനുഷ്യന് വേണ്ടായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷൻ നമുക്ക് വേണം. കാരണം നമ്മൾ ഇമോഷണലാണ്. വി ആർ ഇമോഷണൽ ബീയിങ്സ്. എല്ലാ ഹ്യൂമൻ ബീയിങ്സ് ഇമോഷണൽ ആകാറുണ്ട്. പല സാഹചര്യത്തിൽ പല രീതിയിൽ നമ്മൾ ഇമോഷണൽ ആകാറുണ്ട്. അത് അതിനെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കത്തില്ല നമ്മുടെ ലൈഫിൽ നിന്ന്. ബിക്കോസ് ഈസ് ആൻ ഇൻസെപ്പറബിൾ പാർട്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്, ഇല്ലേ? നമ്മൾ ഇമോഷണൽ ബീയിങ്സ് ആണ് നമ്മൾ. അതിൽ തീർച്ചയായിട്ടും നമുക്ക് ഇമോഷൻസ് ഉണ്ടാകും. ഞാൻ പറയുന്നത് ഇമോഷൻസ് വേണ്ട എന്നുള്ളതല്ല, പക്ഷേ ഇമോഷൻസാണ് ആ ഇമോഷൻസിൻ്റെ ക്വാളിറ്റി, ഹെൽത്ത്, അതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വില്ലൻ റോൾ കളിക്കുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഒട്ടുമിക്ക വ്യക്തികളുടെയും ലൈഫിൽ അവരുടെ ജീവിതത്തിൻ്റെ ക്വാളിറ്റി ഇല്ലാതാക്കുന്നത് ഈ പറഞ്ഞ ഒരു കാര്യം, ഇമോഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരവസ്ഥയാണ്. നമ്മുടെ ഇമോഷൻസ് ഹെൽത്തി അല്ലെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് ക്ലീൻ അല്ലെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് മെച്യൂർ അല്ലെങ്കിൽ, മെച്യൂർ എന്ന് പറഞ്ഞാൽ പക്വത എന്നാണ് നമ്മൾ പറയുന്നത്, മെച്യൂരിറ്റി എന്നാണ് പറയുന്നത് ശരിക്കും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ലൈഫിൻ്റെ ഒരു എന്താണ് പറയുന്നത് ഇറ്റ് പ്ലേസ് റോൾ ഓഫ് എ വില്ലൻ. ഒരു വില്ലൻ റോളായിരിക്കും നമ്മുടെ ഇമോഷൻസ് നമ്മുടെ ലൈഫിൽ കളിക്കുന്ന ഒരു പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ഇമോഷൻസ്, നമ്മളുടെ വികാരങ്ങൾ നമ്മൾ ചൂസ് ചെയ്യുന്നതായിരിക്കത്തില്ല ഒരിക്കലും. പെട്ടെന്ന് നമുക്കുണ്ടാകുന്ന പല സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന വികാരം, ഇമോഷൻസ്, അത് നമ്മൾ ബോധപൂർവം നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല തീർച്ചയായിട്ടും. അത് സ്പോണ്ടേനിയസായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരുപക്ഷെ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഇമോഷൻസ് അത് നമ്മളുടെ നമ്മുടെ ഡിഫോൾട്ടായിട്ടുള്ള ഹാബിറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പാർട്ടാണെങ്കിൽ അത് പക്ഷേ നമ്മുടെ ലൈഫിനെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഇമോഷൻസ് നമ്മൾ എപ്പോഴും ഹെൽത്തി ആക്കി വെക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ മെച്യൂറാക്കി വെക്കുന്നതായിരിക്കും നമ്മുടെ ലൈഫിന് എപ്പോഴും ഒരു നല്ലൊരു ഔട്ട്ലുക്ക് കിട്ടുവാൻ നമ്മളെ സഹായിക്കുന്നത്. അത് നമ്മൾ പൊതുവേ നമുക്കറിയാം, ഇമച്യൂറായിട്ടുള്ള ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന വ്യക്തികൾ അവരുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ തന്നെ മീഡിയോക്കറായിരിക്കും. മീഡിയോക്കർ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിട്ടുള്ള, വളരെ വില കുറഞ്ഞതായിരിക്കും ശരിക്കും പറഞ്ഞാൽ. എന്നുവെച്ചാൽ അതിനകത്തൊരു സ്റ്റഫൊന്നും കാണത്തില്ല, വെറും ഇമോഷണലാണ്, വൈകാരികമാണ്. അപ്പം വൈകാരികമായിട്ടുള്ള നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് നമ്മളത് പോയിൻ്റ് ഔട്ട് ചെയ്യാറുണ്ട്, ഇല്ല? നമുക്ക് ജീവിതത്തിലെ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ എന്ത് തന്നെയാലും ശരി, അവിടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് വളരെ അത്യാവശ്യമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഡിസിഷൻസും, ഹെൽത്തി ആയിട്ടുള്ള ആക്ഷൻസും, അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള റിസൾട്ട്സും നമുക്ക് ലഭിക്കത്തുള്ളൂ. അൺഹെൽത്തി ഇമോഷൻസ് ആണ് നമ്മൾ പ്രകടിപ്പിക്കുന്നതെങ്കിൽ, അൺഹെൽത്തി ഇമോഷൻസ് നമ്മൾ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ലൈഫിനെ ലീഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മളിൽ നിന്നുണ്ടാകുന്ന വാക്കുകൾ, പ്രവൃത്തികളൊക്കെ തന്നെ വളരെ മോശമായിരിക്കും. അത് ഏത് തലത്തിലായാലും ശരി. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട് അവർ ഇമോഷൻസ്. കാരണം അതിനെ നമ്മൾ കൃത്യമായിട്ട് വേർതിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് ഹെൽത്തി ഇമോഷൻസിന് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വി ഹാവ് ടു
ഗിവ് ബർത്ത് ടു ഹെൽത്തി ഇമോഷൻസ്, അല്ലെങ്കിൽ മെച്ചുവറായിട്ടുള്ള ഇമോഷൻസിന് നമുക്ക് ജന്മം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അൺഹെൽത്തി ഇമോഷൻസ് അല്ലെങ്കിൽ ഇമെച്യൂർ ഇമോഷൻസ് അത് തീർച്ചയായിട്ടും നമുക്ക് ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ അതർവൈസ്. നമുക്ക് കൂടുതൽ ദ്രോഹം അല്ലെങ്കിൽ ദോഷം ചെയ്യത്തേ ഉള്ളൂ. മറിച്ച് ഉള്ള റിസൾട്ടിനേക്കാൾ ഉപരി നമുക്ക് കൂടുതൽ എന്താ പറയുന്നത്, അത് ഒരു മോശം അനുഭവം അല്ലെങ്കിൽ മോശം അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരുവാൻ മാത്രമേ അൺഹെൽത്തി ഇമോഷൻസ് അല്ലെങ്കിൽ ബാഡ് ഇമോഷൻസ് നമുക്ക് ആ രീതിയിൽ മാത്രമേ നമ്മളത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും വി ഹാവ് ടു കോൺസ്റ്റൻ്റ്ലി എഡ്യൂക്കേറ്റ് അവേഴ്സെൽസ്. നമ്മളെ സ്ഥിരമായിട്ട് നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും നമ്മുടെ ഇമോഷൻസിനെ കൂടുതൽ നമുക്ക് പ്യൂരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഇമോഷണൽ ആകാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഏതവസരത്തിലും നമുക്ക് ഇമോഷണൽ ആകാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷേ ആ ഇമോഷൻസിനെ നമ്മൾ ടു കീപ് ദോസ് ഇമോഷൻസ് ഹെൽത്തി, മെച്ചുവർ എന്നൊക്കെയുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് നമ്മൾ തീർച്ചയായിട്ടും ഒരു മെച്ചുവറായിട്ടുള്ള വ്യക്തിയാണെന്ന് നമ്മൾ പറയപ്പെടുന്നത്. മനസ്സിലായോ? അല്ലെ, ഹെൽത്തി ആയിട്ടുള്ളൊരു വ്യക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡിലി ഹെൽത്ത് മാത്രമല്ല, നമ്മളുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഏറ്റവും വലിയൊരു റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് അവർ ഇമോഷൻസ് ആർ ഹെൽത്തി. വാട്ട് വി എക്സ്പ്രസ് കോൺസ്റ്റൻ്റ്ലി, ഇല്ലേ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മളെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഹെൽത്തി എക്സ്പ്രഷൻ ആണെങ്കിൽ, മെച്ചുവർ എക്സ്പ്രഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസും ഹെൽത്തി ആയിരിക്കും. നമുക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ ആക്ട് ചെയ്യണം, റിയാക്ട് ചെയ്യണം, റെസ്പോണ്ട് ചെയ്യണം, എങ്ങനെ നമുക്ക് സംസാരിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് പ്രവർത്തിക്കാതിരിക്കണം, ഈവൻ സഡൻ സർക്കംസ്റ്റാൻസസ് ഡിമാൻഡിങ് അസ് ടു നോട്ട് ടു ഡു സംതിങ് അല്ലെങ്കിൽ നോട്ട് ടു സേ സംതിങ്. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഇമോഷൻസിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്, ബിക്കോസ് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അവർ ഓൺ ഇമോഷൻസ്. നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് ഒക്കെ നമ്മൾ പറയത്തില്ലേ, ഇമോഷണൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഇമോഷൻസിനെ മനസ്സിലാക്കുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ഇമോഷൻസിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പം മറ്റുള്ളവരുടെ ഇമോഷൻസിനെ നമുക്കൊരിക്കലും മാനേജ് ചെയ്യാനോ അതിനകത്തിൽ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻ്റർഫറൻസൊന്നും നമുക്ക് പറ്റത്തില്ല. ബട്ട് വി ക്യാൻ ഹാവ് കൺട്രോൾ ആൻഡ് ഡോമിനൻസ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓൺ അവർ ഓൺ ഇമോഷൻസ്, അല്ലേ, ബിക്കോസ് അത് നമ്മളുടെ സ്വന്തമാണ്. ബിക്കോസ് ഇറ്റ് ബിഗിൻസ് ഫ്രം അവർ മൈൻഡ്, ഇറ്റ് ബിഗിൻസ് ഫ്രം അവർ തോട്ട്സ്. നമ്മളുടെ ചിന്തയിൽ നിന്നും നമ്മുടെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഇമോഷൻസ്. സോ വി ക്യാൻ കൺട്രോൾ ദാറ്റ്, വി ക്യാൻ ഇൻഫ്ലുവൻസ് ദാറ്റ്, വി ക്യാൻ ഹാവ് എ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് ദോസ് ഇമോഷൻസ്. അപ്പോൾ അതുകൊണ്ട് ഇമോഷൻസിനെ നമ്മൾ ബെറ്ററായിട്ട് മാനേജ് ചെയ്യുക, ഇമോഷൻസിനെ നമ്മൾ ഹെൽത്തി ആക്കുക, ഇമോഷൻസിനെ നമ്മൾ മെച്യൂർ ആക്കുക. സോ ദാറ്റ് healthiness of emotions, maturity of emotions will reflect all throughout our lives. നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അത് റിഫ്ലക്റ്റ് ചെയ്യുകയാണ്. ആൻഡ് ദസ് ദാറ്റ് ക്യാൻ ഗിവ് us എ ക്വാളിറ്റി ലൈഫ്. നമ്മുടെ ലൈഫിനൊരു ക്വാളിറ്റി നൽകുവാൻ അത് സാധിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, ഇല്ലേ, അൾട്ടിമേറ്റ്ലി വാട്ട് ഡു യു മീൻ ബൈ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്? അത് നമ്മളുടെ വാക്കുകൾ, പ്രവൃത്തികൾ, ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫും. അതിനെ അടിസ്ഥാനമാക്കി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രവൃത്തികളും ആ പ്രവൃത്തികളിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, ഫലങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അൺഅവോയ്ഡബിളാണ്. ഇറ്റ്സ് എ ഇനവിറ്റബിൾ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്, ഇല്ലേ, നമ്മുടെ ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു ഇനവിറ്റബിൾ, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്. ഇറ്റ്സ് എ പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഹ്യൂമൻ ലൈഫ്. ബട്ട് സ്റ്റിൽ വി ഹാവ് ടു ബി വെരി കെയർഫുൾ വൈൽ choosing to express our emotions on various occasions and on various planes, because if emotions are unhealthy, it can cause many harms and many dangers to our own life. So be careful of it's not a bad idea to be emotional. Emotional ആകുക എന്നുള്ളത് ബാഡ് ഐഡിയ അല്ല, ബട്ട് ഇറ്റ്സ് എ ബാഡ് ഐഡിയ ടു ഹാവ് an unhealthy emotion, immature emotion, or an emotion which causes harms not only to us but to other people also. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ നമ്മൾ ഒരു ഗോളാണെങ്കിൽ വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഇമോഷൻസ്, ക്ലെൻസ് ഇറ്റ് ഫ്രം റൂട്ട് ആൻഡ് ബ്രാഞ്ച്. അതിനെ നമ്മൾ അടിമുടി നമ്മൾ ക്ലീൻ ചെയ്യുക, അതിനെ നമ്മൾ ഒരു ഹെൽത്തി സ്റ്റേജിലേക്ക് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു മെച്യൂറായിട്ടുള്ളൊരു കണ്ടീഷനിൽ നമ്മൾ അതിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സോ ദാറ്റ് നീഡ്സ് കോൺസ്റ്റൻറ്റ്
എഡ്യൂക്കേഷൻ നമ്മളെ സ്ഥിരമായിട്ട് കൺസിസ്റ്റൻ്റായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് വി ഹാവ് ടു എഡ്യൂക്കേറ്റ് അവർ സെൽസ്. നമ്മളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ തിങ്ക് അവരുടെ എഡ്യൂക്കേഷൻ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ആ ഒരു ടൈം പീരീഡ് കഴിയുമ്പോഴത്തേക്ക് എഡ്യൂക്കേഷൻ തീർന്നു എന്ന് വിചാരിച്ച് കഴിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ. ബട്ട് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട്സ് വൺസ് വി ആർ ഔട്ട് ഓഫ് ദാറ്റ് കരിക്കുലം, അല്ലേ? നമ്മൾ സ്കൂൾ കോളേജ് കരിക്കുലം കഴിഞ്ഞാണ് ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ ആരംഭിക്കുന്നതും. സോ ദാറ്റ് എഡ്യൂക്കേഷൻ, further education must start from ourselves, and nobody else will come to educate you. Only you can educate yourself, and that's a great burden, and that's a great responsibility too. അത് വലിയൊരു ബർഡൻ ആണ്, അത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ബിക്കോസ് ഇഫ് യു ആർ നോട്ട് എഡ്യൂക്കേറ്റിംഗ് അവർ സെൽസ്, വി വിൽ ബി നമ്മൾ ഈ സൊസൈറ്റിക്ക് ഒരു ബർഡൻ ആവും പല രീതിയിൽ പറഞ്ഞാൽ. ബിക്കോസ് നമ്മുടെ ചുറ്റിനുള്ള ഹ്യൂമൻ ലൈഫ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. So a greater part of your life should be devoted to educate yourself and to express your life in the most healthy and mature and healthy emotional background. Then the rest will fall in place, and we can see that our life is having a quality outlook, and we are capable enough to lead a quality life. So be careful and be cautious while choosing your emotions, and then also be cautious and be very careful while you're expressing those emotions too. ഇമോഷൻസ് നമുക്ക് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് നമ്മളെ സസ്റ്റെയിൻ ചെയ്യാനും നമ്മുടെ സർവൈവബിലിറ്റിക്കും സർവൈവൽ ചെയ്യുന്നതിനും ഒക്കെ തന്നെ നമുക്ക് ഇമോഷൻസ് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് അത് നമ്മുടെ DNA-യിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? ഇമോഷണൽ ആകുക എന്നുള്ളത്. സോ ദാറ്റ്സ് നോട്ട് എ റോങ് ഐഡിയ, ദാറ്റ്സ് നോട്ട് എ ബാഡ് ചോയ്സ്, ബട്ട് എക്സ്പ്രസിങ് യുവർ ഇമോഷൻസ് ഇൻ ദ മോസ്റ്റ് mediocre, unhealthy, immature way is a bad idea, because that gives you more harm than otherwise. So be careful, okay? അപ്പം നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക, കൈകാര്യം ചെയ്യുക, അതിനെ ശ്രദ്ധയോടുകൂടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മളോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു എന്താണ് പറയുന്നത് ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു നല്ല കാര്യം നമ്മളോട് ചെയ്യാൻ പറ്റുന്ന. പ്രൈമറിലി. സെക്കൻഡറിലി നമ്മൾ മറ്റുള്ളവരാണ്. കാരണം നമ്മുടെ ഇമോഷൻസ് ഇമ്മച്ചുവർ ആണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് അൺഹെൽത്തി ആണെങ്കിൽ, നമ്മുടെ ഇമോഷൻസ് മീഡിയോക്കർ ആണെങ്കിൽ, വളരെ വില കുറഞ്ഞതാണെങ്കിൽ, തുച്ഛമായതാണെങ്കിൽ, തീർച്ചയായിട്ടും വി ആർ ഗിവിങ് ഹാം ടു അതർ പീപ്പിൾ ഓൾസോ. കാരണം പരാതികളും പരിഭവങ്ങളും ഒക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുടെ ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ, അനാവശ്യമായിട്ടുള്ള മറ്റുള്ളവർക്ക് നമ്മൾ അതായത് നമ്മുടെ വാക്കുകളിൽ ഹെൽത്ത് ഇല്ലെങ്കിൽ, നമ്മുടെ സംസാരങ്ങളിൽ ഹെൽത്ത് ഇല്ലെങ്കിൽ, നമ്മുടെ പ്രവൃത്തികളിൽ ഈ പറഞ്ഞ ഹെൽത്തിനെസ്സും മെച്യൂരിറ്റി ഇല്ലെങ്കിൽ, ക്വാളിറ്റി ഇല്ലെങ്കിൽ, സോ ഇറ്റ് നോട്ട് ഓൺലി അഫക്ട്സ് യു, ഇറ്റ് നോട്ട് ഓൺലി അഫക്ട്സ് us, ബട്ട് ഇറ്റ് അഫക്ട്സ് അതർ പീപ്പിൾ ഓൾസോ. അതുകൊണ്ടാണ് പറയുന്നത് നമുക്കതൊരു ഇറ്റ് പ്ലേസ് റോൾ ഓഫ് എ ബോംബ്, ഒരു ടൈം ബോംബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായത്? അതുണ്ടാക്കി വെക്കുന്ന ഭവിഷ്യത്തുകൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്ന ഭവിഷ്യത്തുകൾ, അതിനെക്കുറിച്ച് most of people, 9 out of 10 people or 99 out of 100 people, they not only bother about that, they don't actually know. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആൾക്കാർക്ക്. Because they are not well educated. They are not properly educated by themselves, and they are not given the proper education by the near and dear ones also. മനസ്സിലായില്ല? അതുകൊണ്ട് ബിക്കോസ് ഇന്ന് നമ്മൾ കാണുന്ന സമൂഹത്തിൽ, ലോകത്ത് കാണുന്ന ഈ ആൾക്കാർ തമ്മിലുള്ള വ്യത്യാസം, ഈ ക്ലാസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. Certain people lead a quality life, and a lot of people do not lead a quality life. Certain people are properly self-educated, well-educated, not in terms of academic curriculum, but in terms of these, nursery lessons to be learned or taught in our lives. അത് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യം നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ, മനസ്സിലാക്കേണ്ട ഈ ലെസൺസ് ഉണ്ടല്ലോ. സോ ഇൻ ടേംസ് ഓഫ് ദാറ്റ് പീപ്പിൾ ആർ നോട്ട് എഡ്യൂക്കേറ്റഡ്. അത് നമുക്ക് പൊതുവെ ഒരു ജനറൽ ബേർഡ്സ് ഐ വ്യൂ കൂടെ നമുക്ക് തീർച്ചയായിട്ടും ഹ്യൂമൻ ലൈഫിനെ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
So that causes a lot of harms. അതുകൊണ്ട് തീർച്ചയായിട്ടും ആസ് എ പേഴ്സൺ, റെസ്പോൺസിബിൾ പേഴ്സൺ, ആസ് എ മെച്യൂർ പേഴ്സൺ, ആസ് എ പേഴ്സൺ who is who wants to lead a quality life, healthy life, not only physical but the most important part is mental. നമ്മുടെ മെൻ്റൽ പാർട്ട് ഓഫ് ലൈഫാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലേ. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ about preserving a healthy mental state, and out of that comes healthy emotions and mature emotions, and which in turn leads to a quality life. That's all. So be careful while choosing your emotions and also expressing your emotions. Okay, thank you very much. Have a wonderful Sunday. Thank you for watching and listening.